അമ്മയെ ഞാൻ വലുതായി, എനിക്കിച്ചിരി കുറുമ്പൊക്കെ കൂടി കേട്ടോ എന്ന് വാമിക്കുട്ടി എന്നെ അറിയിച്ചത് കഴുത്തി കിടന്ന മാല പൊട്ടിച്ചുകൊണ്ടാണ്. എന്നാൽ പിന്നെ അത് കൈയോടെ മാറിയേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ മലബാർ ഗോൾഡിലേക്കാണ് വന്നത്. നമ്മൾ കൊടുത്ത ഗോൾഡ് ഉരുക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ഇത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ പണ്ട് PSC ക്ലാസ്സിലിരുന്ന് പഠിച്ച മാലബിലിറ്റിയും ഡക്ടിലിറ്റിയും ആണ് കേട്ടോ എൻ്റെ മനസ്സിലൂടെ വന്നത്. അതൊക്കെ ഒരു കാലം. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും വാച്ചിന്റെ സെക്ഷൻ കണ്ടു. കൂട്ടത്തിൽ ഞാൻ കുറേ നാളായി വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരുന്ന ഫോസിലിൻ്റെ ഒരു വാച്ചും. സെയിൽസ്മാൻ നല്ല ചില്ലായതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് നോക്കി കേട്ടോ. നോക്കി 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 നിന്ന് അത് തിരിച്ചേൽപ്പിക്കാനായിട്ട് പോയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് ഇഷ്ടമായെങ്കിൽ അത് എടുത്തോന്ന്. ഞാൻ കാര്യമാക്കിയില്ല. ഒന്നും രണ്ടും തവണ കൂടെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ലെഡ് പെട്ടി. പിന്നെ ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. 500 ബൾബല്ലേ എൻ്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾ ഈ കോഫി കുടിച്ചിരിക്കുക, അപ്പോഴേക്കും ഞാൻ ഈ വാച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാമെന്ന് സെയിൽസ്മാൻ പറഞ്ഞു. എനിക്കത് ഇച്ചിരി ലൂസായിരുന്നേ. ചേട്ടൻ്റെ വാച്ചും ലൂസായിരുന്നു, അപ്പോൾ അതിൻ്റെ ചെയിനും കട്ട് ചെയ്ത് തന്നു കേട്ടോ. മഞ്ചേട്ടൻ ബില്ലടയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ 2 സെൽഫി എടുക്കാനായിപ്പോയി. എന്നാ ഒരു ലൈറ്റാ. അങ്ങനെ ഇച്ചിരി ഷോ ഒക്കെ കാണിച്ച് നിന്നപ്പോഴാണ് ഇതൊക്കെ എൻ്റെ കണ്ണിൽ പെട്ടത്. ഇനി ഞാൻ അവിടെ നിന്ന് ശരിയാകത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം മഞ്ചേട്ടൻ നൈസായിട്ട് എന്നെ അവിടെ നിന്ന് മാറ്റി. മാണ്ട മോളെ എൻ്റെ ഇക്കൊല്ലത്തെ കോട്ട തീർന്നു. പർച്ചേസ് ചെയ്ത സാധനങ്ങളും വാങ്ങി സെയിൽസ്മാനോട് ഒരു ഭയം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പ്രതീക്ഷിക്കാതെ കിട്ടുന്നതിനെല്ലാം മധുരം കൂടുതലാണെന്ന് പണ്ട് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിപ്പം ഞാൻ അനുഭവിക്കുകയാണ് കേട്ടോ. അയ്യോ, കുട്ടികളെ 2 പേരെ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയത്. ഇനി വേഗം വീടെത്തണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു സൂൺ.